കന്മലകളായ ചെമ്പ്രയും വെള്ളരിമലകളും കാവൽ നിൽക്കുന്ന പുന്നപ്പുഴയുടെ തീരത്താണ് ചൂരൽമലയും മുണ്ടക്കയും. പ്രകൃതിരമണീയത നിറഞ്ഞു തുളുമ്പുന്ന ഗ്രാമീണതയുടെ ഹരിത സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി പേർ ഇവിടെ വന്നിരുന്നു. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഈ പീരീഡ് ഇപ്പോൾ തന്നെ അവസാനിക്കും. അവസാനമായി ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ പാഠത്തിൽ പഠിച്ചതുപോലെ ഈ മണ്ണും വിണ്ണും പുഴയും നാട്ടുവഴികളിൽ പൂത്തു നിൽക്കുന്ന പൂക്കളും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ അനുഗ്രഹീതരാണ്. ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞല്ലോ. അടുത്ത ദിവസം കാണാം. മാഷേ, നാളെ കൂടി കഴിഞ്ഞു പോയാ പോരെ? ഞങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ മാഷും കൂടെ ഉണ്ടാകുമോ? ഉറപ്പായിട്ടും. മൂന്നര മണിക്കൂറിൽ 3 ഗ്രാമങ്ങൾ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഉരുൾ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അവസ്ഥയാണ്. വല്ലാത്ത ഗൗരവതരമായ, ദുരിതപൂർണമായ, നിർഭാഗ്യകരമായ അവസ്ഥയിലാണ് വയനാട്ടിലെ ഈ മേഖലയിലെ ജനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ള ദുരന്തഭൂമിയിൽ നിന്നുള്ള മരണത്തിന്റെ ചിത്രം മാറുന്നു. വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെയൊന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചുരമ്പട സ്കൂളിന്റെ അവിടെ മേലെയൊന്ന് മറിഞ്ഞു വീണ് പോന്നതാ. വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെയും ഒന്ന് നിങ്ങളൊന്ന് പറ. അമ്മേ, അമ്മേ, നമ്മൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്? എനിക്കൊന്നും ഓർമ്മയില്ല. നമുക്കത് ഓർക്കാതിരിക്കാം മോളെ. ആരാ എന്നെ എടുത്തുകൊണ്ട് പോയേ? ആദ്യം വെള്ളം വന്നു, ചെളി വന്നു, വലിയ മരം വന്നു, വീടിന്റെ ഭിത്തി പൊളിഞ്ഞു. എന്നിട്ടോ കുറെ ആളുകൾ വന്നു, ദൈവത്തിന്റെ മുഖമുള്ളവർ. ബോധം പോയ നിന്നെയും വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. എണീക്ക് മോളെ, എന്തോ ഉടൻ സംഭവിക്കാൻ പോകുന്നു. എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. എനിക്ക് പേടിയാകുന്നു മുത്തശ്ശി. കഴിക്കാനും കുടിക്കാനും ഒന്നും തോന്നുന്നില്ലല്ലോ. വാ മോളെ, നമുക്ക് ഓടിപ്പോകാം. വേഗം വാ. ദൈവമേ, എൻ്റെ കുട്ടിയെ കാക്കണേ. നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ? ഏത് വഴി ഓടും? ദൈവം നമുക്ക് വഴി കാട്ടും മോളെ. ആന ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ ദൈവമേ, ഞാനും ഈ കാടിൻ്റെ മകളാണ്. നിനക്ക് മനസ്സുണ്ടേ ഞങ്ങളെ വെറുതെ വിട്. വേറെ തുണയോ ബലമോ ഞങ്ങൾക്കില്ല. ദുരന്തം തകർത്ത വെള്ളാർമല സ്കൂൾ കണ്ട് പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷ് തളർന്നു വീണു. സഹ അധ്യാപകരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ഉണ്ണികൃഷ്ണൻ മാഷിന്റെ മുഖം ദുരന്തഭൂമിയിലെ നിസ്സഹായതയുടെ നേർസാക്ഷ്യമായി. ഞങ്ങൾ ഒരുപാട് അഹങ്കരിച്ചു. ഈ പുഴയെ ഓർത്ത്, ഈ നാടിനെ ഓർത്ത്. എല്ലാം പോയല്ലോ. എനിക്കൊരു കാര്യം കൂടി എല്ലാ അധ്യാപകരോടും പറയാനുണ്ട്. ആരും ഇത്രയും കുട്ടികളെ സ്നേഹിക്കരുത്. കരയാനാകും വിധി. എൻ്റെ മക്കളെല്ലാം പോയി. ദൈവമേ, ഇനി ഞാൻ എങ്ങനെ ഇവിടെ വന്ന് പഠിപ്പിക്കും? അഹങ്കാരമായിരുന്നു. ദൈവം ജയിച്ചു. ഞാൻ തോറ്റു. മാഷും കൂടെ ഉണ്ടാകുമോ? സൈന്യത്തെയാണ്. അതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ ദുരന്ത മേഖലയിലേക്ക് എത്തുന്നു. കരസേനയുടെ ഒരു ടീം അവിടേക്ക് എത്തുന്നു എന്നത് ആശാവഹമായ വിവരങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാന ആർമി സംഘത്തെ കൂടി കേന്ദ്രം ഇപ്പോൾ നിയോഗിച്ചു എന്ന വാർത്തയും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥപുരുടാം.
ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. കത്താം ഒരു പകരാളി തീരം, ഇടിയുടെ മിന്നൽ ചാത്തായി മഴ മഞ്ചാടി പോകോട്ടായി. കത്താം ഒരു പകരാളി തീരം, ഇടിയുടെ മിന്നൽ ചാത്തായി മഴ മഞ്ചാടി പോകോട്ടായി. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി, വാഹനങ്ങളെ കടത്തിവിട്ടു തുടങ്ങി. വയനാട് കേരളത്തിൻ്റെ ചങ്കിൽ കണ്ണീർ കവിതയായി രചിക്കപ്പെട്ടത് ഒരിക്കലും മായില്ല. ജീവനും വീടും ഉറ്റവരെയും ഉടയവരെയും മണ്ണെടുത്ത ആ ഭീതിതമായ രാത്രിയിൽ മനസ്സും ശരീരവും മരവിച്ച ഇരുൾക്കാട്ടിൽ പല രൂപങ്ങളിൽ ദൈവം അവതരിച്ചു. കൈത്താങ്ങായ നാട്ടുകാരായി, യജമാനനെ അന്വേഷിച്ചിറങ്ങിയ മിണ്ടാപ്രാണികളായി, ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യമായി, സന്നദ്ധ പ്രവർത്തകരായി, പോലീസായി. അങ്ങനെ നാടിനെ മണ്ണെടുത്തപ്പോൾ മലയാളിയുടെ ഐക്യവും ധീരതയും കൊണ്ട് ആ മണ്ണിന്മേൽ അതിജീവനത്തിൻ്റെ കഥ രചിച്ചു കേരളം. അതെ, ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇന്നലെയും ഇന്നും എന്നും. അയ്യപ്പന്റെ നാടാ, പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാടാ, നങ്ങലിയുടെ നാടാ, കൊച്ചുണ്ണിയുടെ നാടാ, വറങ്ങിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചോര മണ്ണാടാ. ഒരു ജാതി ഒരു ദൈവം ഒരു മതമെന്നരുളിയ ഗുരുവിൻ മണ്ണ, 18ന്റെ പല